അവിടുത്തെ പ്രിയപ്പെട്ട മോനോട് ഉപദേശം നൽകുന്നത് ഖുർആൻ പഠിപ്പിക്കുന്നു. വാപ്പ മകനോട് ഉപദേശിക്കുകയാണ്, മോനെ വലാ തംശി ഫിൽ അർളി മറഹാ, അല്ലാഹുവിന്റെ ഭൂമിയിൽ ഒരിക്കലും അഹങ്കരിച്ച് നടക്കരുതേ, നടത്തത്തിൽ ഒരു അഹംഭാവം വരരുത്. അഹംഭാവം വരരുത്. ഇച്ചിരി ഹൈറ്റും വെയിറ്റും കുറച്ച് മസിലൊക്കെ ഉണ്ടെങ്കിൽ ഒരു ചെറിയൊരു ഷോ ഓഫ് ഇങ്ങനെ ഓൾറെഡി മനുഷ്യന്റെ മനസ്സിലേക്ക് കടന്നു വരുന്ന, അപ്പൊ ഒന്നും കിട്ടും, ഞാൻ ഇപ്പൊ തരക്കേടില്ലല്ലോ എന്നല്ല തോന്നൽ വരും. അപ്പോഴേക്കൊരു പനി വരെ ബാക്കിൽ ആ മസിലങ്ങ് ഒലിച്ചു പോവുകയും ചെയ്യും. ദയവ് ചെയ്ത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ അള്ളാഹു തന്ന ശരീരവും ഒരിക്കലും ആരെക്കാളും നമ്മൾ മികച്ചവരാണെന്ന് മേന്മ നടിക്കാനല്ല. കാരണം ആളുകൾക്ക് അവരുടെ ശരീരം കിട്ടിയതും നിങ്ങൾക്ക് നിങ്ങളുടേത് കിട്ടിയതും നിങ്ങളാരും ചോദിച്ചു വാങ്ങിയതല്ല, അള്ളാഹ് തന്നതാണ്. അല്ലേ? നമ്മളൊക്കെ അള്ളാഹുവിന്റെ സൃഷ്ടികളാണ്. അതുകൊണ്ട് ആരും ആരെക്കാളും സുപ്പീരിയർ ആണ് എന്നൊരു തോന്നൽ നമ്മുടെ ഇരുത്തത്തിലോ ഭാവത്തിലോ നടത്തത്തിലോ വരരുത് മോനെ എന്ന് ലുഖ്മാൻ അലൈഹിസ്സലാം മകനോട് ഉപദേശിച്ചതാണ് സൂറത്തുൽ ലുഖ്മാൻ. ലുഖ്മാൻ അലൈഹിസ്സലാം അന്ത്യവിശ്രമം കൊള്ളുന്നത് ഈജിപ്തിലെ അലക്സാൻഡ്രിയയിലാണ്. നബിയുല്ലാഹി ദാനിയാൽ അലൈഹിസ്സലാമിന്റെ ഖബറിനോട് ചേർന്ന് ലുഖ്മാൻ അലൈഹിസ്സലാമിന്റെ ഖബർ നമുക്ക് അവിടെ സിയാറത്ത് ചെയ്യാൻ കഴിയും, ഈജിപ്തിലെ അലക്സാൻഡ്രിയയിൽ. വലാ തംശി ഫിൽ അർളി മറഹാ, മതിമറന്നുല്ലസിച്ചുകൊണ്ട് മോനെ അല്ലാഹുവിന്റെ ഭൂമിയിൽ നടക്കരുതേ. മറഹൻ എന്ന് പറഞ്ഞാൽ ഒരു ലിമിറ്റ് വിട്ടുള്ള സന്തോഷത്തോടുകൂടെ നടക്കുന്ന നടത്തമാണ്. ആനന്ദ തുന്തിലരായി നിങ്ങളെ അള്ളാഹുവിന്റെ ഭൂമിയിൽ ആരെയും അഹങ്കാരം കാണിച്ചുകൊണ്ട് നിങ്ങൾ ആരോടും അഹംഭാവം നടിച്ചുകൊണ്ട് നടക്കരുതേ. ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂർ, അഹംഭാവത്തോടുകൂടെ അഹങ്കരിച്ചുകൊണ്ട് നടക്കുന്ന ഒരാളെയും അല്ലാഹുവിന് ഇഷ്ടമല്ല മോനെ, അല്ലാഹുവിന് ഇഷ്ടമല്ല. വഖ്സുദ് ഫീ മശീക, നിന്റെ നടത്തത്തിൽ മിതത്വം പാലിക്കണം മോനെ. വഖ്സുദ് ഫീ മശീക, നടക്കുമ്പോ മെല്ലെ ജീവനില്ലാത്ത പോലെ നടക്കും ചെയ്യരുത്, ഓടുകയാണെന്ന് തോന്നും ചെയ്യരുത്. പക്വമായ നടത്തം നടക്കണം മോനെ. വഖ്സുദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം നീ പറ്റുന്നിടത്ത് മുഴുവനും താഴ്ത്തി സംസാരിക്കണം, ബഹളം വെച്ച് നടക്കരുത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ച് തങ്ങളുടെ ബയോഗ്രഫി വായിക്കുമ്പോൾ, അവിടുത്തെ ജീവിത ചരിത്രം വായിക്കുമ്പോൾ കാണാൻ കഴിയും, മാ കാന ഫാഹിഷൻ വലാ മുതഫഹിഷാ വലാ സഖാബൻ ഫിൽ അസ്വാഖ്. പുണ്യനബി അങ്ങാടികളിൽ ഒച്ച വെച്ച് നടക്കുന്നവരായിരുന്നില്ല. അങ്ങാടികളിൽ ബഹളം വെക്കുക അങ്ങനെ ആവരുത്. എപ്പോഴും ഒച്ച വെച്ച് സംസാരിക്കുക, അത് ഒരു മനുഷ്യന്റെ പേഴ്സണാലിറ്റി ഇച്ചിരി അതിന്റെ ഖനം കുറയുന്നതാണ്. വഖ്സുദ് ഫീ മശീക വഗ്ളുദ് മിൻ സൗതിക്, ലുഖ്മാൻ അലൈഹിസ്സലാം മോനോട് പറയുന്നു, മോനെ നടത്തം പക്വമായ നടത്തമാവണം, ഭവ്യതയുള്ള പക്വതയുള്ള നടത്തമാവണം. വഗ്ളുദ് മിൻ സൗതിക്, നിന്റെ ശബ്ദം മോനെ താഴ്ത്തണം. എന്തുകൊണ്ട്? ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ, ശബ്ദങ്ങളിൽ ഏറ്റവും മോശമായ ശബ്ദം കഴുതയുടെ ശബ്ദമാണ് എന്ന് വിശുദ്ധ ഖുർആൻ. കഴുത ഒച്ച വെച്ചാണ് അത് പൂക്ക്, അതിന്റെ സൗണ്ട് അങ്ങനെയാണ്. അതുകൊണ്ട് നിങ്ങളാരും ഒച്ച വെച്ച് സംസാരിക്കരുത്. വഗ്ളുദ് മിൻ സൗതിക്, ശബ്ദം മിതമായിട്ട് ഉപയോഗിക്കാൻ. നമ്മൾ പൊതുവെ ഇച്ചിരി സൗണ്ട് കൂടിയ ആൾക്കാരാണ് മലയാളികൾ. നമ്മുടെ ഭാഷ അങ്ങനെയാണ്, നമ്മുടെ വർത്താനത്തിന്റെ രീതി അങ്ങനെയാണ്. നമ്മൾ മെല്ലെ പറയുകയാണെങ്കിലും അത് ഒച്ചയിലാണ് ആയി പോവുക. അതുകൊണ്ട് നിർബന്ധമായും നമ്മൾ പ്രത്യേകിച്ച് മറ്റു ഭാഷക്കാരുടെ ഇടയിലൂടെയൊക്കെ കടന്നു പോവുകയാണെങ്കിൽ, വല്ല ട്രെയിനിലോ വല്ല യാത്രയിലോ വേറെ ഏതെങ്കിലും നാട്ടിലോ ഒക്കെ നമ്മൾ ജോലി ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ ശബ്ദവും ഒച്ചപ്പാടും ബഹളമൊക്കെ മറ്റു നാട്ടുകാർക്ക് ഭയങ്കരമായ അരോചകമായിട്ട് തോന്നുന്നുണ്ട്. ചിലരൊക്കെ പറയത്, ചിലരൊക്കെ സഹിച്ചു മിണ്ടാണ്ട പോകലാണ്, അവിടുന്ന് എഴുന്നേറ്റ് പോകും, ഇവന്മാരുടെ ഇടയിൽ നിന്ന് ചെവി പൊട്ടിപ്പോകുന്നു. നമ്മൾ അങ്ങനെ ഉറക്കെ സംസാരിക്കും, നമുക്ക് അങ്ങനെ അറിയുള്ളൂ. എന്തിനാണത് അങ്ങനെ ഉറക്കെ പറയുന്നതെന്ന് അറിയില്ല. ശബ്ദം താഴ്ത്തേണ്ടടുത്ത് താഴ്ത്തി തന്നെ സംസാരിച്ച് ശീലിക്കുക. ഉറക്കെ പറയും, ഒരാളെ കേൾപ്പിക്കണം, ഉറക്കെ പറയേണ്ടി വരും. അതിനെക്കുറിച്ചല്ല പറയുന്നത്.